ഹലോ, വെൽക്കം ബാക്ക് ടു നജ്ല ഫൈസൽ ബ്ലോഗ്. വയനാട് കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ പോയാൽ തരിയോട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ കർലാട് തടാകം. കർലാട് തടാകത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്കിനി കാണാം. എനിക്ക് തോന്നുന്നു ചുരുക്കം പേർക്ക് മാത്രമാണ് കർലാട് തടാകം അറിയാമെന്ന് തോന്നുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ അധിക പേരൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ എൻട്രൻസ് ഭാഗം ഇവിടെയാണ്. നമ്മൾ കാർ പാർക്കിങ്ങിന് 40 രൂപയാണ് അവർ ഈടാക്കിയത്. പ്രവേശന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് വലിയ ആൾക്ക് 40 രൂപയും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. ഈ തൂങ്ങി നിൽക്കുന്ന ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പാർക്ക് പോലെ. ഇതാണ് കർലാട് തടാകം. ഫുൾ സൈലൻ്റ് ആണ്. അതായത് ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു സൈലൻ്റ് ആയിട്ട് ഉള്ളൊരു അന്തരീക്ഷം. ഇവിടെ ബോട്ടിങ്ങും കയാക്കിങ്ങും സിപ്പ് ലൈനും ഒക്കെ ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. സിപ്പ് ലൈന് 500 മീറ്റർ ഉയരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. 250 മീറ്റർ നീളവും. കർലാട് തടാകത്തിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവിടെ ടെൻറ്റുകളുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ടെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കുറേ ടെൻറ്റുകളുണ്ട് ഇവിടെ. കർലാട് തടാകത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ടെൻറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഈ 2 സൈഡിലും ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് കൊടുത്ത ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു, പൂക്കളൊക്കെ ആയിട്ട്.
അപ്പോൾ എല്ലാവർക്കും കർലാട് തടാകത്തിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.